അകത്ത് പോയിട്ട് സംസാരിച്ചിട്ട് വരാം. ഇവിടെ ഉണ്ടല്ലോ, നിങ്ങളുടെ അടുത്ത് മിണ്ടിയിട്ടൊക്കെ എന്നെ പോളോ. തീർച്ചയായിട്ടും അതെന്റെ കടമയും കൂടിയാണല്ലോ. തൃക്കാക്കര പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ വേടൻ എത്തിയിരിക്കുകയാണ്. വേടനുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുന്നത് തൃക്കാക്കര പോലീസ് ആണ്. ഇന്നലെ കോന്നിയിൽ വേടൻ നടത്തിയ പരിപാടിയിൽ വേടൻ പറഞ്ഞിരുന്നു തന്റെ ഒറ്റ ജീവിതം പൂർണ്ണമായി ജീവിച്ചു തീർത്തേ പോകൂ എന്നാണ് വേടൻ പറഞ്ഞിരുന്നത്. വേടനെ ഇപ്പോൾ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരിക്കുകയാണ്. വേടൻ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. മുൻകൂർ ജാമ്യം ഉള്ളതുകൊണ്ട് അറസ്റ്റ് ചെയ്താലും ജാമ്യത്തിൽ വിട്ടയക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പണം തട്ടി എന്നതാണ് ഇപ്പോൾ പരിഗണിക്കുന്ന മറ്റൊരു കേസ്. നേരത്തെ ബലാത്സംഗ കേസ് അത് നിലനിൽക്കുമോ എന്നുള്ളത് കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരുന്നൊരു സാഹചര്യമുണ്ട്. ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധം വർഷങ്ങളായി തുടർന്നതിനു ശേഷം പിന്നീട് തമ്മിൽ പിണങ്ങുമ്പോൾ ബലാത്സംഗമായിട്ടത് എങ്ങനെ വരും എന്നുള്ളതാണ് ഹൈക്കോടതി ചോദിച്ച ചോദ്യം. പക്ഷേ പണം കണ്ടെത്തി പണം ആവശ്യപ്പെട്ടു, പണം തട്ടിയെടുത്തു തുടങ്ങിയ പരാതി കൂടി ഡോക്ടർ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൂടി ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശരൺ കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, എന്താണ് വേടൻ പറഞ്ഞ് ഉള്ളിലേക്ക് പോയത്? അരുൺകുമാർ, വിശദമായൊരു പ്രതികരണം വേടന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. ചെറിയൊരു പ്രതികരണം മാത്രമാണ് അദ്ദേഹം നടത്തിയത്. അതായത് ചോദ്യം ചെയ്യലുമായി സഹകരിക്കും, അത് തന്റെ കടമയാണെന്ന് പറഞ്ഞുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി അദ്ദേഹം ഉള്ളിലേക്ക് പോയിരിക്കുന്നത്. എന്തായാലും നേരത്തെ യുവ ഡോക്ടർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ബലാത്സംഗ കേസ് തൃക്കാക്കര പോലീസ് വേടനെതിരെ രജിസ്റ്റർ ചെയ്തിരുന്നത്. അതിന് പിന്നാലെ വേടൻ ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഹൈക്കോടതിയിൽ നിന്ന് വേടന് മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് നടപടികളിലേക്ക് കടന്നാൽ പോലും പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും രണ്ട് ആരോപണങ്ങളാണ് യുവ ഡോക്ടർ ഉന്നയിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ 2021 മുതൽ 23 വരെയുള്ള കാലയളവിൽ 5 തവണ തന്നെ ബലാത്സംഗം ചെയ്തു. അത് കൊച്ചി, കോഴിക്കോട് അടക്കമുള്ള സ്ഥലങ്ങളിൽ വെച്ച് ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ്. ഒരു പ്രാവശ്യം ലഹരി ഉപയോഗിച്ചെത്തി ക്രൂരമായി പീഡിപ്പിച്ചു എന്നുള്ള ആരോപണവും ഉണ്ടായിരുന്നു. ഇതിന് പുറമെയാണ് പാട്ട് ഇറക്കാൻ എന്ന പേരിലടക്കം പലപ്പോഴായി 31,000 രൂപ തട്ടിയെടുത്തു എന്നുള്ള പരാതി ഉണ്ടായിരുന്നത്. ഇതിൽ തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളെ നേരത്തെ പോലീസ് കടന്നിരുന്നതാണ്. അങ്ങനെ വേടന്റെ മൊബൈൽ ഫോൺ കസ്റ്റഡിയിലെടുത്ത് അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ റിസൾട്ട് ഉണ്ട്. ഇതിന് പുറമെ തന്നെ സാക്ഷിമൊഴികളടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ടുള്ള ചോദ്യം ചെയ്യലാണ് ഇന്ന് പോലീസ് ഉദ്ദേശിക്കുന്നത്. താങ്ക് യു, ശരണാണ് വിവരങ്ങൾ നൽകിയത്. വേടൻ ചോദ്യം ചെയ്യലിന് തൃക്കാക്കര പോലീസ് സ്റ്റേഷനിൽ ഹാജരായിട്ടുണ്ട്. അന്വേഷണത്തോട് സഹകരിക്കും, അതിന്റെ കടമയല്ലേ, നിങ്ങളെയൊക്കെ കണ്ട് മിണ്ടിയിട്ടേ പോവൂ എന്നാണ് വേടൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്.